വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. പുതിയൊരാഴ്ച കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. മാത്രമല്ല ഈ വർഷത്തിൻ്റെ 2020 അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇൻസൈഡ് ഔട്ട് സീരീസിൻ്റെയും അവസാന സ്റ്റഡിയിലേക്ക് നമ്മൾ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡും ഈ ആഴ്ചയിലുള്ള എപ്പിസോഡുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കാണുകയും അതിൻ്റെ നോട്ട്സ് കുടിക്കുകയും അനേകർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ക്ഷമ സിസ്റ്റർ ഒന്ന് പറയാം, ഇന്നത്തെ സ്പോൺസേഴ്സ് ആരല്ല? ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് സൗദിയിൽ നിന്ന് റീജ സുജിത് ആണ്. താങ്ക് യു സോ മച്ച് റീജ. ഇന്ന് സഹോദരി ലീജയുടെ ജന്മദിനം കൂടിയാണെന്ന്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സഹോദരിയും അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീജയ്ക്ക് OET എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ, കുടുംബമായി ഒരു സ്ഥലത്ത് ആയിരിക്കുവാൻ വേണ്ടിയിട്ടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അടുത്ത ആള് ആലുവയിൽ നിന്ന് ഒരു വെൽവിഷറാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഡിസംബർ 20, അതായത് ഇന്നലെ അവരുടെ മകളുടെ ജന്മദിനമായിരുന്നു. കർത്താവെ, ഞങ്ങൾ ആ മകളുടെ വിവാഹം ദൈവഹിത പ്രകാരം എത്രയും വേഗം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്വന്തമായി ഭവനം വാങ്ങുവാനുള്ള സാമ്പത്തിക വഴികൾ തുറക്കുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്ത നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് കീഴ്മാട്, അത് ആലുവ ഭാഗം തന്നെയാണ്. അവിടെ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തിയാണ്. കർത്താവെ, ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ദൈവ പൈതലായി മാറുവാനും ദൈവഹിത പ്രകാരം വിവാഹം നടക്കുവാനും, വീട് വിൽപ്പനയുടെ തടസ്സങ്ങൾ മാറി വിൽപ്പന നടക്കുവാനും, കടബാധ്യതകൾ മാറുവാനും വേണ്ടി കൂടെ കർത്താവെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. താങ്ക് യു ജീസസ്. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് ഓൾ സ്പോൺസേഴ്സ്. ഇത് കാണുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ അടുത്തിടെ ആയിരിക്കാം നിങ്ങളിത് കാണാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് ഇതുപോലെ ഈ വലിയ ശുശ്രൂഷയുടെ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പാർട്ണറായി, സ്പോൺസറായി മാറാം. ഡീറ്റെയിൽസ് പിന്നാലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഏവർക്കും ചേർന്ന് ഇപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്ക് ആരാധന. Hallelujah, 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 hallelujah. അങ്ങേക്കു തുല്യനായ ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു. നീയാണെൻ ദൈവം, എൻ പിതാവേ. Hallelujah, 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 hallelujah.
വണ്ടർഫുൾ സോങ്. Amen. ഇൻസൈഡ് ഔട്ട് സീരീസിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൗ ടു ബിൽഡ് ദ ഇന്നർ മാൻ, നമ്മുടെ ആന്തരിക മനുഷ്യനെ എങ്ങനെയാണ് പണിതെടുക്കുന്നത്, കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിങ്ങനെ പറഞ്ഞു 4 കാര്യങ്ങൾ വിശേഷമായി ഇന്നർ സ്ട്രെങ്ത്തിന് വേണ്ടി നമ്മൾ അറിയേണ്ടതുണ്ട്. സത്യം അറിഞ്ഞാൽ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അതിൽ അറിയേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വൺ ഈസ് ഹൂ ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ ആരാണ്? വാട്ട് ഈസ് മൈ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്? വേർ ഐ എം സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ടുഡേ. കർത്താവിനോടൊപ്പം, യേശു ക്രിസ്തുവിനോടൊപ്പം ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മൈ പൊസിഷൻ. മറ്റൊന്നാണ് വാട്ട് ഐ ഹാവ് ഇൻ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ മൈ റിസോഴ്സസ്. എനിക്ക് ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ട്, എൻ്റെ വിഭവശേഷി എന്താണ്. മറ്റൊരു കാര്യം കൂടെ, വാട്ട് ഐ ക്യാൻ ഡു ത്രൂ ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ക്രിസ്തുവിലൂടെ എനിക്ക് എന്തെല്ലാം ചെയ്തെടുക്കാൻ കഴിയും, മൈ പൊട്ടൻഷ്യൽ. അതിൽ ക്രിസ്തുവിൽ ആരാണ്, അതിൻ്റെ വാല്യൂ എല്ലാം നമ്മൾ കണ്ടു. കൂടാതെ എനിക്കൊന്ന് കഴിഞ്ഞ സാറ്റർഡേ മിനിഞ്ഞാന്ന് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് സ്വർഗീയ തലങ്ങളിലാണ് എന്നുള്ളതും കണ്ടു. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിലെ ചില വചനങ്ങൾ വായിച്ചു. ആ ഭാഗങ്ങളൊന്നുകൂടി വായിക്കാം. കൊലോസിയൻസ് 3 ആദ്യത്തെ 3 വചനങ്ങൾ. പല പ്രാവശ്യം ഇത് നമ്മൾ വായിക്കാറുണ്ട്. It is that important. Since then you have been raised with Christ. Set your hearts on things above, where Christ is, seated at the right hand of God. Set your minds on things above, not on earthly things. For you died, and your life is now hidden with Christ in God. Amen. When Christ, who is your life, appears, then you also will appear with him in glory. 4 വചനങ്ങളൊന്ന് വായിക്കും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട ഒരാൾ 2 തലങ്ങളിൽ ജീവിക്കണം, അല്ലെങ്കിൽ 2 ലോകങ്ങളിൽ ജീവിക്കുന്നു. മാത്രമല്ല അയാൾക്ക് 2 സിറ്റിസൺഷിപ്പുണ്ട്, ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, 2 പൗരത്വമുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്, സ്വർഗീയ പൗരത്വമുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ അത്രേ എന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ഫിലിപ്പ് ലേഖനത്തിലാണെന്ന് തോന്നുന്നു. Our citizenship is in heaven. സോ ഭൂമിയിൽ ജീവിക്കുന്ന ഹെവൻലി സിറ്റിസൺസ് ആണ് നമ്മൾ. അപ്പോൾ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഈ വചനങ്ങൾ പ്രകാരം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നത് പോലെ ഇരിക്കുമ്പോൾ, അവിടെ പറഞ്ഞ 2-ാമത്തെ വചനത്തിൽ, സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് എബവ്, നോട്ട് ഓൺ എർത്തലി തിങ്സ്. നിങ്ങളുടെ മനസ്സ് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക, ഭൂമിയിലുള്ളതല്ല എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അർത്ഥം ഭൂമിയിലെ കാര്യങ്ങളൊന്നിനെക്കുറിച്ചും ബോധയിടാതെ, വീട്ടുകാര്യങ്ങൾ നോക്കാതെ, ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒരു പ്രത്യേകമായ മാനസിക വിഭ്രാന്തിയിൽ ജീവിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. പ്രയോറിറ്റി ഏതിനാണ് നമ്മൾ കൂടുതൽ മുൻഗണന നൽകേണ്ടത്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് ദേവദാസന്മാർ കൂടിയിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സ്വർഗീയ തലങ്ങളിൽ ജീവിക്കാനാണ്. അപ്പോൾ സ്വർഗീയ തലങ്ങളിൽ തന്നെ ജീവിക്കുക, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങുക, വല്ലപ്പോഴൊക്കെ ഭൂമിയിലൊന്ന് ലാൻഡ് ചെയ്യുക. കാരണം ഇവിടെ പലരും ഉണ്ടല്ലോ, നമ്മുടെ പലരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് ലാൻഡ് ചെയ്യുക. പക്ഷെ എപ്പോഴും നമ്മൾ ജീവിക്കേണ്ടത് ഉയരങ്ങളില്ല. എല്ലാവരും വലത് കരൊന്നോട് ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ട് പറ, ഞാൻ ജീവിക്കുന്നത് ഭൂമിയിലല്ല സ്വർഗത്തിലാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട ആ നിമിഷം തന്നെ ക്രിസ്തുവിനോടുകൂടി ചേർന്ന്
ക്രിസ്തു എവിടെ ഇരിക്കുന്നു അവിടേക്ക് പൊസിഷൻ ചെയ്യപ്പെട്ടു. നമ്മളിപ്പോൾ ആത്മാവ് അവിടെയാണ്, ശരീരമോ ഇവിടെ ഭൂമിയിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് മനസ്സ്. അപ്പോൾ ആത്മാവ് ഓൾറെഡി എവിടെ എത്തി? സ്വർഗത്തിലെത്തി. ശരീരം ഭൂമിയിൽ നടക്കുന്നു, ഇരിക്കുന്നു, സംസാരിക്കുന്നു, പാടുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന പാർട്ടാണ് മനസ്സ്, സോൾ. അത് നമ്മൾ തീരുമാനിക്കണം, ഇവിടെ വേണം അവിടെ വേണം. അത് ഓരോ നിമിഷം നമുക്ക് ചിന്തിക്കാം. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോയി ഉയരത്തിലേക്ക് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നടക്കും, ഇവിടെ ഇങ്ങനെ വോണ്ടർ ചെയ്ത് പരതി നടക്കും. ഇവിടെയുള്ള പലതുകൊണ്ട് ഭയങ്കരമായ നിരാശകളും ഭയവും പ്രശ്നമൊക്കെ ആയിട്ട് ജീവിക്കും. അപ്പോൾ ആത്മാവിനോടൊപ്പം മനസ്സുകൂടെ ഉയർത്തിയാൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റും. അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. 3:13 ഒന്നെടുത്ത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു നോക്കുക. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 13 വായിച്ചു നോക്കാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അവിടെ ഒരു കാര്യം, ഒരു വിരോധാഭാസം അവിടെ കണ്ടായിരുന്നു. ഒന്നുകൂടി വായിക്കാമോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ആദ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി എവിടെ എത്തി? ഭൂമിയിലെത്തി. ഓക്കെ, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. അതെങ്ങനെ സാധിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, പക്ഷെ സ്വർഗത്തിൽ തന്നെ ഇരിക്കുന്നവനായ. എന്ത് മനസ്സിലായി? യേശു കർത്താവ് ഒരു മനുഷ്യക്കുഞ്ഞായി ഭൂമിയിൽ ജനിച്ചു. ശരീരം ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൽ ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അല്ലെങ്കിൽ വചനം മാംസമായി തീർന്ന ആ ശരീരം അവിടെയൊക്കെ നടപ്പുണ്ട്. പക്ഷെ അവൻ്റെ ആത്മാവിൽ അവൻ അപ്പോഴും പിതാവിനോട് കൂടെ സ്വർഗത്തിലായിരുന്നു. ഇത് ഉൾക്കൊള്ളാൻ സാധാരണ നമ്മുടെ ബുദ്ധിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഭൂമിയിലുള്ള ഒരാൾ അതേസമയം തന്നെ സ്വർഗത്തിലുണ്ട് എന്നാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതെങ്ങനെ സാധിക്കും? സിമ്പിൾ. സ്പിരിറ്റ് വേൾഡിൽ there is no time difference, there is no distance. ആത്മലോകത്തിൽ സമയത്തോടോ സമയബന്ധിതമല്ല ആത്മലോകം. 2, ഒരു പർട്ടിക്കുലർ സ്ഥലത്തോട് കണക്റ്റഡ് അല്ല ആത്മലോകം. ശരീരത്തിന് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുക മോർണിംഗ് ഗ്ലോറിയിൽ, വേറൊരു സ്ഥലത്തുണ്ടാകാൻ കഴിയുമോ? നോ. യേശുവിനെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. യേശു ഭൂമിയിലുള്ളപ്പോൾ തന്നെ അവൻ്റെ ആത്മാവിൽ അവൻ സ്വർഗത്തിലുണ്ടായിരുന്നു. കാരണം ഒന്ന്, അവൻ സർവ്വവ്യാപി കൂടെയാണ്. അവൻ്റെ ആത്മാവ് ദൈവപുത്രൻ്റെ ആത്മാവാകുന്നു. അപ്പോൾ യേശുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഡ്വൽ സിറ്റിസൺഷിപ്പ് വളരെ ക്ലിയറാണ്. ശരീരം ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ആത്മാവിൽ പിതാവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ തന്നെയായിരുന്നു. നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ നമുക്കും ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്ത്, പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, വി ആർ നോട്ട് earthly beings. In the Spirit, we are full of the Holy Spirit. In the Spirit, we enjoy heavenly joy. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ആത്മാവിൽ സ്വർഗത്തിലാണ്. ഒത്തിരി പേരുണ്ട് അങ്ങനെ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നവർ. എന്തുകൊണ്ടാണ്? Their spirit is already in heaven. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ഒരു അനുഭവം കൂട്ടി 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 കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. In other words, we have to understand or we have to recognize our glorious position with Christ. ക്രിസ്തുവിനോട് കൂടെയുള്ള മഹത്വപൂർണമായ ആ ഒരു വലിയ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ആന്തരിക മനുഷ്യൻ വളരെ സ്ട്രോങ് ആകണമെങ്കിൽ നമ്മളിത് തിരിച്ചറിയണം. Where am I seated? Where is my position today? എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്? എൻ്റെ സ്ഥാനം എന്താണ്? എവിടെയാണ് എൻ്റെ ആത്മാവിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ സ്വർഗത്തിൽ കർത്താവിനോട് കൂടിയാണ് ആത്മാവിൽ.
വല്ലപ്പോഴൊക്കെ താഴേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, വീണ്ടും സ്വർഗത്തിൽ ജീവിക്കുക. ഇതാണ് പറയുന്നത്. ചില വചനങ്ങൾ കുറിച്ച് വയ്ക്കുക. എഫീസ് ലേഖനം 2:1-4 വരെ. എഫീസിയൻസ് 2:1-4. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും Yes. അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുന്നേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. Yes. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. പല പ്രാവശ്യം ഈ ഒരു സീരീസിൽ ഈ ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും പോകുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ അകത്ത് രൂഢമൂലമാകണം, ഡീപ്ലി റൂട്ടഡ് ആകണം. ഐ എം സ്പിരിച്വലി ഓർ ഇൻ സ്പിരിറ്റ് ഐ എം ഓൾറെഡി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടി ഓൾറെഡി ആണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഓൾറൈറ്റ്. നമുക്കറിയാം, ധൂർത്തപുത്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ഉടൻ തന്നെ അവനതിലേക്ക് തിരിച്ചു കയറി. റീകണക്ഷൻ ഉണ്ടായി, റെസ്റ്റോറേഷൻ ഉണ്ടായി, റിഡംഷൻ ഉണ്ടായി. പിതാവിൻ്റെ ഭവനം വിട്ടുപോയി എപ്പോൾ മടങ്ങി വന്നാലും അവൻ പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ ആക്സെപ്റ്റഡാണ്. അതുകൊണ്ട് നമ്മൾ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. ഒത്തിരി പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാകരുത്, മുൻകൂറായി പറയാം. ഒത്തിരി പേരെന്നോട് പറയുന്നുണ്ട്, ബ്രദറെ, നമ്മൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് എങ്ങനെ അറിയും? അവിടെ ചെന്നിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ കൊലോസിയർ 3:1 എന്താ പറയുന്നത്? We are already in heaven. നമ്മൾ ഓൾറെഡി സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടപ്പോൾ. എത്ര പേര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരായിട്ടുണ്ട്? കൈയൊന്നിങ്ങനെ വീശി കാണിക്കാമോ? ലൈഫ് ചാറ്റിലൊന്ന് പറഞ്ഞ് ഐ ആം ബോൺ അഗെയിൻ, ഐ ആം സേവ്ഡ്. അങ്ങനെയുള്ള എല്ലാവരും ഓൾറെഡി സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. പിന്നെ ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ചില വഴികളുണ്ട്. ഒന്ന് മരിക്കണം, അല്ലെങ്കിൽ യേശു വരുന്ന സമയത്ത് ഈ ശരീരം രൂപാന്തരപ്പെട്ട് അവനോടുകൂടി എടുക്കപ്പെടും. സോ അതുവരെ ശരീരം ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ മരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം മാറത്തടിച്ച് കരയുമെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ യഥാർത്ഥത്തിൽ വചനം വെച്ച് നോക്കുമ്പോൾ അയാൾ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തുന്ന ഒരാൾക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പോലും യാതൊരു താല്പര്യം ഉണ്ടാവില്ല, ഒരു താല്പര്യമില്ല തിരിച്ചു വരാൻ. കാരണം സ്വർഗത്തിൽ ഇവിടെയുള്ള യാതൊരു പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, കണ്ണുനീരില്ല, മുറവിളിയില്ല, രോഗങ്ങളില്ല, കലഹങ്ങളില്ല. ഇവിടെ കാണുന്ന ഒരു നെഗറ്റീവ് സ്റ്റഫും അവിടെയില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരിക്കൽ പോയ ആളുകൾ തിരിച്ചു വരാനേ താല്പര്യമില്ല അവർക്ക്. അപ്പോൾ സ്വർഗത്തിൽ എത്തുന്നവർ അല്ലെങ്കിൽ മരിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ്. മരിച്ച് ഇവിടെ നിന്ന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷപ്പെട്ടു. ഈ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായി വിലപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ്സ് ഓക്കെ, ഹ്യൂമൻലി അതൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇനി കൊലോസ്യ ലേഖനം 3 നമ്മൾ വായിച്ച ഭാഗത്ത് വളരെയധികം വളരെ പ്രാധാന്യതയോടുകൂടെ പൗലോസ് പറയുന്നൊരു കാര്യം, ഈ നിങ്ങളുടെ മനസ്സ് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, അല്ലെങ്കിൽ ഫിക്സ് യുവർ മൈൻഡ് ഇൻ ദ ഹെവൻലി തിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് വ്യത്യാസം വരുന്നത്? നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? ഇറ്റ് ഈസ് ഇൻ അവർ തോട്ട് ലൈഫ്. എല്ലാവരും ഇവിടെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞേ, തോട്ട് ലൈഫിന് എന്താ പറയുക? ചിന്തകൾ, നിങ്ങളുടെ ചിന്തകൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ചോളൂ. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ? ചിന്തകളെല്ലാം കൂടെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഉയരത്തിലേക്ക് കൊണ്ടുപോകണം. എല്ലാവരും ഒന്ന്
ഇവിടെ ഇങ്ങനെ തൊട്ടേ, എന്നിട്ട് എന്നോട് ചേർന്ന് പറയും, എൻ്റെ എല്ലാ ചിന്തകളും ഉയരത്തിലേക്ക് യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നു. അതിൻ്റെ അർത്ഥം 24 മണിക്കൂറുണ്ടെങ്കിൽ മാക്സിമം സമയം ഭൂമിയിലുള്ളതല്ല, സ്വർഗീയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതെങ്ങനെ സാധിക്കാനായിട്ട് സ്വർഗത്തിൽ എന്താണുള്ളതെന്നും സ്വർഗം എങ്ങനെയാണുള്ളതെന്നും ഒക്കെ കുറേ സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? അനേക സ്ഥലങ്ങളിലുണ്ട് സ്വർഗം എങ്ങനെ ഇരിക്കുന്നത്. സുവിശേഷങ്ങളിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം 4-5 ഈ 2 അധ്യായങ്ങൾ 1000 പ്രാവശ്യം വായിക്കാമെങ്കിൽ അത്രയും നല്ലത്. പറഞ്ഞേ, റെവലേഷൻ 4 and 5, വെളിപ്പാട് 4-5 ഈ 2 അധ്യായങ്ങൾ നിരന്തരം വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് സ്വർഗവുമായി കണക്റ്റഡ് ആവും. കാരണം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ കാണുക. പിന്നെ കാണുന്ന മുഴുവൻ സ്വർഗത്തിൽ നടക്കുന്ന കാര്യപരിപാടികളാണ്. വ്യത്യസ്ത രീതിയിലുള്ള വലിയൊരു സിംഹാസനം. എല്ലാവരും പറഞ്ഞേ, വലിയൊരു സിംഹാസനം. അത് സോളമന്റെ സിംഹാസനം പോലെയല്ല, മാർത്താണ്ഡവർമ്മയുടെ സിംഹാസനം പോലെയല്ല, റോമൻ ചക്രവർത്തിമാരുടെ സിംഹാസനം പോലെയല്ല, ഫറവോന്റെ സിംഹാസനം പോലെയല്ല. ഉയർന്ന് പൊങ്ങി 3-ാം സ്വർഗത്തിൽ വലിയൊരു സിംഹാസനം, അവിടെ പച്ച മരതകം പോലെയുള്ളൊരു കാഴ്ച. ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് അവിടെ പറഞ്ഞ റൂബിയോട് സദൃശ്യമായ നിറമുള്ള, പവിഴ നിറമുള്ള എന്താണെന്ന് എനിക്ക് തോന്നുന്നു, ഒരാൾ അവിടെ ഇരിക്കുന്നു. ഒരു മരതക പോലെയുള്ള ഭയങ്കരമായൊരു മഴവില്ല്, അവിടെ നിന്നും ഇടിനാദവും എല്ലാം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചുറ്റും 4 ജീവികൾ, 24 മൂപ്പന്മാർ, എണ്ണിക്കൂടാനാവാത്ത 1000 10,000 ദൂതന്മാർ അവിടെ നിന്നുകൊണ്ട് ഹോളി 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 ഈസ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഇങ്ങനെയാണത്, പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന. പിന്നെ അവിടെ നടക്കുന്ന കുറേ സംഭവങ്ങൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും 23-ാം സങ്കീർത്തനം മാത്രം വായിക്കാതെ, 91-ാം സങ്കീർത്തനം മാത്രം വായിക്കാതെ, 121-ാം സങ്കീർത്തനം മാത്രം വായിക്കാതെ എന്ത് ചെയ്യണം? സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ്, ചിന്തകൾ പൊക്കണം. ഭൂമിയിൽ നിന്ന് ഉയർത്തി 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 അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യണം. ഹലോ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധ്യമല്ല, അയൽക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധ്യമല്ല, നിങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർക്ക് ചെയ്യാൻ സാധ്യമല്ല. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നല്ല എളുപ്പവഴി ഞാൻ പറഞ്ഞു. എന്താണ് എളുപ്പവഴി? സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങൾ അനേക പ്രാവശ്യം ചിന്തിച്ച് ധ്യാനിക്കണം. ആ ഭാഗങ്ങൾ അനേക പ്രാവശ്യം ചിന്തിക്കണം. ഞാൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ദിസ് ഈസ് സംതിങ് ലൈക്ക് റിന്യൂയിങ് അവർ തോട്ട് ലൈഫ്. നമ്മളെല്ലായ്പ്പോഴും ഈ ഭൂമിയിലെ കാര്യങ്ങളും, ഇവിടുത്തെ ചോറും കറിയും, ഒരു മീൽ കഴിഞ്ഞാൽ അടുത്ത മീൽ എന്താണ്, ജോലിക്ക് പോകുന്ന കാര്യം, മക്കളുടെ കാര്യം, പഠിപ്പിക്കുന്ന കാര്യം, നാളത്തെ പരീക്ഷ, അത് ഭൂമിയിലിരിക്കുമ്പോൾ അത് ആവശ്യമാണ്. ഒരു മിഥ്യാ ലോകത്തിൽ ജീവിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ ഈ ഉയരത്തിലുള്ള ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. സങ്കീർത്തനം 40:2 അവിടെ പറയുന്നത്, ഹി ലിഫ്റ്റഡ് മീ ഔട്ട് ഓഫ് ദ സ്ലൈമി പിറ്റ്, ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് മയർ. ഹി സെറ്റ് മൈ ഫീറ്റ് ഓൺ എ റോക്ക് ആൻഡ് ഗേവ് മീ എ ഫേം പ്ലേസ് ടു സ്റ്റാൻഡ്. അവിടെ പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കരകയറ്റി, ഒരു പുതിയ പാട്ട് എനിക്ക് തന്നു, ഒരു പാറമേൽ അവൻ എന്നെ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ജസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ ശേഷം നമ്മൾ സാക്ഷ്യത്തിലേക്ക് പോകാൻ പോവുക. ഒരിക്കൽ ഒരു 2-3 വയസ്സുള്ള ഒരു ബാലകനും അവൻ്റെ ഡാഡിയും കൂടെ ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയപ്പോൾ, അവൻ കൊച്ചുകുട്ടിയല്ലേ, ഹൈറ്റ് വളരെ കുറവാണ്. അപ്പോൾ ലിഫ്റ്റിനകത്ത്
4-5 പേര് വേറെ ഉണ്ട്. അപ്പോൾ അവൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന വലിയ വലിയ ആളുകളുടെ കാലുകളാണ്. കാരണം അവൻ അത്രേ ഹൈറ്റുള്ളൂ. അപ്പോൾ ഈ കാലുകളും ഷൂസും അവരുടെ പാൻസും ഇതൊക്കെയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇരുട്ട് ഫീൽ ചെയ്തു. കാരണം ഇതിൻ്റെ ഇടയിലല്ല അവൻ നിൽക്കുന്നേ. അപ്പോൾ അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ പിതാവ് അവനെ കൈകളിലെടുത്ത് പൊക്കി. കൈകളിലങ്ങെടുത്ത് പൊക്കുമ്പോൾ അവൻ കാണുന്നത് പിന്നെ കാലുകളോ ഇരുളോ അല്ല, വേറൊരു ലെവലിൽ നിന്നുകൊണ്ട് അവൻ ഇതെല്ലാം കാണാം. ആളുകളുടെ ഫേസ് കാണാം. അപ്പോൾ ആദ്യം അവൻ്റെ നിലവാരം, ആദ്യം അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു? താഴെ. എന്നാൽ അവൻ എടുത്തുയർത്തിയപ്പോൾ അവൻ ഇപ്പോൾ കാണുന്നത് ഉയരത്തിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതുപോലെ ഒരു വലിയ നമ്മൾ റോഡിലൂടെ പോകുന്നു. പകരം ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ടവറുകൾ കാണും, അല്ലെങ്കിൽ റിവോൾവിങ് റെസ്റ്റോറൻറ്റ്സ് കാണും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള വാച്ച് ടവറുകൾ, ലൈറ്റ് ഹൗസുകൾ, ഹ്യൂജ് ഒത്തിരി ഉയർന്ന ഇപ്പോൾ ബുർജ് ഖലീഫ പോലെയുള്ള ടവറുകൾ സെക്കൻഡുകൾ കൊണ്ട് മുകളിലെത്തി. അവിടെ നിന്നുള്ള കാഴ്ച എത്ര ഭയങ്കരമാണ് വേണ്ട. ഒരാൾ ഫ്ലൈറ്റിൽ കയറിയാൽ അയാൾ ഉയരുന്തോറും കാണുന്നത് എന്താണ്? ഭൂമി ചെറുതായി വരും. ഫ്ലൈറ്റ് വിട്, അത് ഒരു 30,000-40,000 കിലോമീറ്റർ ഉയരുമായിരിക്കും. ഒരു സ്പേസ് ഷട്ടിലാണ് പോകുന്നതെങ്കിലോ ഈ ഭൂമി വെറും ഒരു ചെറിയ ബോളിൻ്റെ അത്രയും ഉണ്ടാവും. അത്രയും ഉയരങ്ങളിലേക്ക് ഉയരണം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിപ്പൻ. കാരണം എന്താ? വി ആർ ഹെവൻലി സിറ്റിസൺസ്. ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളൊരു UK പൗരനായിരുന്നിരിക്കട്ടെ, അല്ലൊരു അമേരിക്കൻ പൗരനായെന്നിരിക്കട്ടെ, നിങ്ങളെന്ത് ചെയ്യും? എവിടെയാണോ പൗരത്വമുള്ളത് അവിടെ മാക്സിമം സമയം താമസിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇവിടുത്തെ പൗരത്വം കൂടി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇടയ്ക്ക് വന്നു പോകണം. ശരിയാണോ? അപ്പോൾ അവരെന്താ ചെയ്യുക? അവിടെ ഇവിടെയായിട്ടായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ വർഷത്തിലൊരിക്കലൊന്ന് പോകുന്നു, 2 വർഷത്തിലൊരിക്കൽ ഇത്ര നാളുകൾ ഇവിടെ ഒന്ന് വന്നു പോകും. എന്തിനു വേണ്ടി? ആ പൗരത്വം നിലനിർത്താൻ വേണ്ടി. എന്നതുപോലെ നമുക്ക് 2 പൗരത്വമുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഇവിടെയായിട്ട് ജീവിക്കണം. പറഞ്ഞേ, അവിടെ ഇവിടെയായിട്ട്, സ്വർഗത്തിലും ഭൂമിയിലുമായിട്ട് മരണം വരെ ജീവിക്കുക. ഒരു കാലം കഴിയുമ്പോൾ ഈ ഭൗതികമായ പൗരത്വം വിട്ട് നമ്മുടെ സ്ഥിരമായ പൗരത്വത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാം. ഞാൻ ഇന്ന് ഒരു സാക്ഷ്യം വായിക്കട്ടെ. ഡോക്ടർ ഹെലൻ തന്നിരിക്കുന്ന ഒരു സാക്ഷിയാണ്. ലോങ് ടെസ്റ്റിമണിയാണ്. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുകയും കൂടി ചെയ്യാം. ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് ബീങ് blessed after knowing about Blessing Today worship. So many prayer requests I have brought forth to your notice. All of them have been answered till now എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഇവർ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രയറുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവർ അയക്കുമായിരുന്നു. അവരുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തിനും ദൈവം അത്ഭുതകരമായ മറുപടി നൽകി. നമ്പർ 1, amazing recovery of my father who was on ventilator for 3 days. He had a stroke on September 2019 and now he able to walk by himself slowly. ഒന്നാമത്തെ അത്ഭുതം 2019 സെപ്റ്റംബറിൽ അവരുടെ ഈ ഹെലൻ്റെ പിതാവിന് ഒരു സ്ട്രോക്ക് വന്നിട്ട് വെന്റിലേറ്ററിൽ 3 ദിവസമായിരുന്നു. വളരെ അത്ഭുതകരമായിട്ട് ആ പിതാവ് വെളിയിൽ വന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹെലൻ്റെ മാരേജിൻ്റെ കാര്യമായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ശരിയായ ഒരു വ്യക്തിയെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ബട്ട് ഗോഡ് മെയ്ഡ് എവറിഥിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. ഗോട്ട് മാരീഡ് ഓൺ October 2020. Wonderful. Congratulations. കഴിഞ്ഞ ഒക്ടോബറിൽ തൻ്റെ വിവാഹം കഴിഞ്ഞു. അടുത്തത് മൈ അപ്പച്ചൻ ഹു വാസ് സസ്പെക്റ്റഡ് ടു ഹാവ് ലിവർ ട്യൂമർ. അപ്പച്ചന് ലിവർ ട്യൂമറാണ്. അപ്പച്ചൻ എന്ന് പറയുമ്പോൾ മേ ബി ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം. ലിവർ ട്യൂമറാണെന്നും പറഞ്ഞിട്ട് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവിടെ പ്രാർത്ഥനാ വിഷയം അയച്ചിരുന്നു. ബട്ട് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നോർമൽ വെൻ എ സെക്കൻഡ് സ്കാൻ വാസ് പെർഫോംഡ്. രണ്ടാമതൊരു സ്കാൻ എടുത്തപ്പം അങ്ങനെ ഒരു ട്യൂമറും ഇല്ല, ലിവറിലൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ കാര്യത്തിലായിരുന്നു. എ യങ് ഹെൽത്തി സ്റ്റാഫ് നഴ്സ് ഹു വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ലുക്കീമിയ ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ.
2020. And now she completely cured. Wonderful. ഏപ്രിലിൽ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു നേഴ്സിന് രക്താർബുദം ആണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അവർ കംപ്ലീറ്റ്ലി ക്യൂർഡ് ആയിരിക്കുകയാണ്. All right. Then the prayer book have always made me confident to face any troubles across my day-to-day life. I would like to say a big thank you, and this word of gratitude would be beyond the utmost limits. ഇവർ പറഞ്ഞിരിക്കുന്ന പ്രെയർ ഡയറിയിലും ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ദൈവം വലിയ വലിയ അത്ഭുതങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4-5 ഞാനിപ്പോൾ വായിച്ചു. ഞാൻ ക്ഷമ സിസ്റ്റർ എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഈ ആഴ്ചയിൽ നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഇല്ല. കാരണം ഡിസംബർ 25 ക്രിസ്മസ് ദിനമാണ്. അപ്പോൾ അന്ന് എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കുന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ എൻ്റെ തലേ ദിവസം എന്ന് വെച്ചാൽ ഡിസംബർ 24 ഈവനിങ് ഇന്ത്യൻ സമയം 7 മണിക്ക് വി ആർ ഗോയിങ് ടു ഹാവ് എ വണ്ടർഫുൾ ക്രിസ്മസ് സർവീസ്. അന്ന് റിവൈവൽ പ്രെയറിന് പകരം അന്നത്തെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് സർവീസ് ആയിരിക്കും. എല്ലാവരോടും പറയണം ഈ വ്യാഴാഴ്ച. മറ്റു ദിവസങ്ങൾ പതിവ് പോലെ റിവൈവൽ പ്രെയർ ഈവനിങ്ങിലുണ്ടായിരിക്കും. എന്ന് മാത്രമല്ല അടുത്ത ആഴ്ച തിങ്കൾ മുതൽ 28, 29, 30, 31 ഈ 4 ദിവസങ്ങളിൽ ഹോളി സ്പിരിറ്റ് സിനോഡ് എന്ന ഹ്യൂജ് കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. ഇൻ്റർനാഷണൽ കോൺഫറൻസാണ്. ഹല്ലേലൂയ. പല ദേവദാസന്മാരും വന്ന് ശുശ്രൂഷിക്കും. രാവിലെ വൈകിട്ടൊക്കെ സെഷൻസ് ഉണ്ടായിരിക്കും. കൂടാതെ ഡിസംബർ 31 രാത്രിയിൽ നമുക്ക് ന്യൂ ഇയർ സർവീസ് ഉണ്ട്, ക്രോസ് ഓവർ സർവീസ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറയുന്നത് ഇപ്പോഴേ പ്രാർത്ഥിക്കാനും ഒരുങ്ങാനും വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ക്ഷമ സിസ്റ്റർ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ഹെലൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളുടെ കണക്കുകൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ദൈവം ഇതുപോലെ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ അത്ഭുതകരമായി ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ട്യൂമറുകൾ മാറിപ്പോവുകയാണ്, അപ്രത്യക്ഷമാവുകയാണ്. എല്ലാ മുഴകളും അപ്രത്യക്ഷമാവുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ബ്ലോക്കുകളുള്ളത് പലതരത്തിലുള്ള ബ്ലോക്കുകളാണ്. ഹാർട്ടിനകത്തുള്ള ബ്ലോക്കുകൾ, വെയിനകത്തുള്ള ഞരമ്പുകൾക്കകത്തുള്ള ബ്ലോക്കുകൾ. അത് ചിലപ്പോൾ ഒരു പക്ഷേ അലർജി പോലെ പുറത്തോട്ട് വരുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നമായിട്ടായിരിക്കാം അത് പുറത്തോട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ, അതുപോലെ തന്നെ കണ്ണ് ഇങ്ങനെ മറഞ്ഞു പോകുന്നത് പോലെ ഒരു ബ്ലോക്ക് അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ തലയിൽ ഈ പറഞ്ഞ പോലെ ഒരു രക്തസ്രവത്തിൻ്റെത് പോലെ രക്തം കട്ട പിടിക്കുന്നത് പോലെ ഒരു ബ്ലോക്ക് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ റഖന ഹതര റഗശസി, ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു വലിയ സൗഖ്യം, എവിടെയാണ് ബ്ലോക്കെങ്കിലും കർത്താവ് ഒരു വലിയ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നൽകിയാണ്. യേശുവിൻ നാമത്തിൽ ആ ബ്ലോക്കുകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ കർത്താവേ. താങ്ക് യു ലോർഡ്. ഒരു വലിയ സ്വാതന്ത്ര്യം ചിലരുടെ അകത്ത്, ഗർഭപാത്രത്തിനകത്ത് ബ്ലോക്കുകളുള്ള ചില ആളുകൾ, ഫാലോപ്പിൻ ട്യൂബിനകത്ത് ബ്ലോക്കുകളുള്ളവർ, അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് തടസ്സമായി ചില ബ്ലോക്കുകളുണ്ട് എന്ന് പറയുന്നത് ഇന്ന് അത് മാറിപ്പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത് മാറുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. നിമ്മി എന്ന് പറയുന്ന ഒരു പേരാണ് കർത്താവിനെ കാണിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലോക്കുകൾ കർത്താവ് എടുത്ത് മാറ്റുകയാണ് ഇപ്പോൾ. അത്ഭുതകരമായ സൗഖ്യം. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ രോഗം അനുഭവിക്കുന്നതെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കർത്താവേ, സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യമുണ്ടാകട്ടെ. ഏത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും അത്ഭുതകരമായ വിടുതൽ ഇന്നുണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവേ, ഏത് പ്രയാസത്തിനും ഏത് പ്രശ്നത്തിനും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വലിയ ബ്രേക്ക് ത്രൂവും വിടുതലും അത്ഭുതങ്ങളും നടക്കട്ടെ. ഇൻ ജീസസ് നെയിം ആമേൻ. നമുക്ക് ഏവർക്കും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യേശു യേശു യേശുവാനിലും വലിയവൻ, യേശു യേശു യേശുവാ
ആരിലും മതിയായവൻ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ യേശു ആരിലും മതിയായവൻ